ക്രിസ്തുമസ് അരികെയെത്തുമ്പോൾ പുൽക്കൂട് എങ്ങനെ മികച്ചതാക്കാം, അല്ലെങ്കിൽ പുൽക്കൂട് എങ്ങനെയൊക്കെ ആകണം എന്നാകും നമ്മുടെ ഈ ചിന്ത മുഴുവൻ. സുഹൃത്തുക്കൾ ഒരുമിച്ച് ആഘോഷമായി പാടത്തും പറമ്പിലും പുൽക്കൂടിന് ആവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്നത് മാറി ഇപ്പോൾ ക്രിസ്തുമസ് ചന്തകളിലെ സജീവ സാന്നിധ്യമായ പുൽക്കൂടിൻ്റെ മോഡലുകളിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. പലതരത്തിലുള്ള പുൽക്കൂടിൻ്റെ മോഡലുകൾ ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. മാത്രമല്ല, അവയിൽ പലതും അത്യാധുനിക ടെക്നോളജിയുടെ സഹായം കൊണ്ട് തന്നെ ഏറ്റവും വ്യത്യസ്തവുമാണ്. ഓരോ വർഷം കഴിയും തോറും പുൽക്കൂടിൻ്റെ അവതരണത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണ്ടുവരുന്ന പുൽക്കൂടിൻ്റെ ദൃശ്യങ്ങളിൽ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാൽ സമ്പന്നമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, മുല്ലപ്പെരിയാർ വിഷയം വാർത്തകളിൽ ഇടം പിടിച്ചപ്പോൾ ആ വർഷത്തെ പല പുൽക്കൂട്ടിലും ഡാമിൻ്റെ മിനിയേച്ചർ മോഡലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ഞുമലകൾ, വലിയ കെട്ടിടങ്ങൾ, അങ്ങനെ പലതും പുൽക്കൂടിനെ കൂടുതൽ മികച്ചതും കാഴ്ചയ്ക്ക് ഇമ്പമാർന്നതുമാക്കുന്നു. ക്രിസ്മസ് ഒരു നൊസ്റ്റാൾജിയാണ്. ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചു പോകുന്ന, ഒത്തിരി ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു പെരുന്നാൾ. സ്റ്റാർ തൂക്കുന്നതും ശിഖരങ്ങൾ വെട്ടി വെള്ള പൂശി നല്ല നാടൻ ക്രിസ്മസ് ട്രീകൾ ഉണ്ടാക്കുന്നതും, വീട്ടിലെ അപ്പച്ചിയും അമ്മച്ചിയൊക്കെ ഒത്ത് പുൽക്കൂട് നിർമ്മിക്കുന്നതും, കൂട്ടുകാരോടൊത്ത് കരോള് പാടി നടക്കുന്നതും, പാതിര കുർബാനയ്ക്ക് പോകുന്നതും, അങ്ങനെ 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 ഒത്തിരി നല്ല മധുരമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന ക്രിസ്മസ്. ഈ ക്രിസ്മസ് കാലത്തിൽ ഒത്തിരി മത്സരങ്ങൾ നടക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം പുൽക്കൂട് മത്സരം തന്നെയാണ്. ജംബോ ക്രിസ്മസ് ക്രിബ് തൊട്ട് ഞാനോ ക്രിസ്മസ് ക്രിബ് വരെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടും. നമ്മുടെ വീട്ടിൽ, നമ്മുടെ പള്ളിയിൽ, ഷോപ്പിംഗ് മാളുകളിൽ, വഴിയോരങ്ങളിൽ എല്ലായിടത്തും ഒരു പുൽക്കൂട് മയമാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ എവിടെ നിന്നാണ് ഈ പരിപാടി വന്നേ? ആരാണ് ആദ്യമായിട്ട് പുൽക്കൂട് നിർമ്മിച്ചത്? ആദ്യമായിട്ട് അത് നിർമ്മിച്ചപ്പോഴത്തേക്കും എന്ത് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് ഉണ്ടാക്കിയതെന്ന് അറിയാവോ? എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് പുൽക്കൂട് നിർമ്മിച്ചത് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. അസീസിയിൽ പട്ടുവസ്ത്ര വ്യാപാരിയായ പീറ്റർ ബെർണാഡിൻ്റെയും പീക്കായുടെയും മകനായിട്ട് ഫ്രാൻസിസ് ജനിച്ചു. ധനികനായ യുവാവ് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിച്ചു. മാടമ്പി സ്ഥാനത്തിന് വേണ്ടിയിട്ട്, പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഫ്രാൻസിസ് ഒത്തിരി അലഞ്ഞതാണ്. പക്ഷേ എപ്പോഴാണോ ദൈവത്തിൻ്റെ സ്വരം കേട്ടത്, ആ നിമിഷം തൊട്ട് പിന്നെ അങ്ങോട്ട് വേറൊരു ജീവിതമായിരുന്നു. മെത്രാൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ വസ്ത്രം ഉരിഞ്ഞു വെച്ചിട്ട് ഫ്രാൻസിസ് പറയാണ്, ഇന്നു മുതൽ എൻ്റെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവാണ്, പീറ്റർ ബെർണാഡല്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. എത്രമാത്രം ഈശോയെ അടുത്തനുകരിക്കാൻ പറ്റുമോ അത്രമാത്രം അടുത്തനുകരിക്കാൻ ഫ്രാൻസിസ് ശ്രമിച്ചു. ഫ്രാൻസിസിൻ്റെ ജീവിതശൈലി കണ്ട് ഒത്തിരി പേര് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. അങ്ങനെ ഒരു നിസ്സാര സഹോദരന്മാരുടെ ഒരു ചെറുകൂട്ടമായി സുവിശേഷം പ്രസംഗിച്ചും ജീവിച്ചും അവരങ്ങനെ നടന്നു നീങ്ങി. അന്ന് 1223 ഫ്രാൻസിസ് അസീസി മരിക്കുന്നതിന് 3 വർഷങ്ങൾ മുമ്പ് ഒരു ക്രിസ്മസ് കാലം. ഇനി വെറും 15 ദിവസം മാത്രമേ ക്രിസ്മസിനുള്ളൂ. അപ്പോൾ ഫ്രാൻസിസ് അസീസി ഇരുന്ന് ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഈ വർഷം ക്രിസ്മസ് ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കാൻ പറ്റുക? അങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് പണ്ട് അദ്ദേഹം നടത്തിയ വിശുദ്ധനാട് തീർത്ഥാടനം ഓർമ്മയിൽ വന്നു. അന്ന് യേശു ജനിച്ച ബെത്ലഹേമിൽ
ആ ഗുഹയിൽ ഫ്രാൻസിസ് പോയ കാര്യം ഓർത്തു. എന്തുകൊണ്ട് യേശുവിൻ്റെ ജനനം അന്ന് ബെത്ലഹേമിൽ സംഭവിച്ചതുപോലെ ഒന്ന് പുനരാവിഷ്കരിച്ചുകൂടാ? പക്ഷേ വീണ്ടും ഒരു ചോദ്യം നിൽക്കുകയാണ്, ഇത് എവിടെയാണ് ചെയ്യുക? ഇതിന് പറ്റിയൊരു സ്ഥലം വേണ്ടേ? അപ്പോഴാണ് അസീസിക്ക് അടുത്തുള്ള ഒരു ചെറു പട്ടണമായിട്ടുള്ള ഗ്രേച്ചിയോയിൽ ഫ്രാൻസിസ് അസീസിക്ക് ഒരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജിയോവാനി വെല്ലീത്ത എന്നാണ്, അല്ലെങ്കിൽ ജോൺ വെല്ലീത്ത എന്ന് നമുക്ക് വിളിക്കാം. ഫ്രാൻസിസ് അസീസിയെ പറ്റി ജീവചരിത്രം എഴുതിയിരിക്കുന്ന സെൻറ്റ് തോമസ് ഓഫ് സലാനോയിൽ നിന്നും ബൊനോവഞ്ചറിൽ നിന്നും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ ജോൺ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മാടമ്പിയായിരുന്നു. സമൂഹത്തിൽ വലിയൊരു സ്ഥാനം വഹിച്ച ഒരാളായിരുന്നു. ഏതോ ഒരു അവസരത്തിൽ ഫ്രാൻസിസിൻ്റെ പ്രസംഗം കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രാൻസിസിൻ്റെ ജീവിതം കണ്ടിട്ടായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഈ ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാ പദവികളും മാറ്റിവെച്ച് ഫ്രാൻസിസിനെ പോലെ യേശുവിനെ എത്രമാത്രം അടുത്ത് അനുകരിക്കാൻ പറ്റുമോ അത്രമാത്രം അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിസ് അസീസിക്ക് ജോണിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു, ജോണിന് തിരിച്ചും. കാരണം ജോണിന് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവും ജീവിതശൈലിയും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളതായിരുന്നു. കാരണം ഈശോയെ അത്രമാത്രം ആ ഫ്രാൻസിസ് അനുകരിച്ചിരുന്നു. ഫ്രാൻസിസ് ഒരു ദിവസം ജോണിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോണെ, നമുക്ക് ഈ വർഷം ക്രിസ്മസ് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കണ്ടേ? അന്ന് ഈശോ ബെത്ലഹേമിൽ ജനിച്ചതുപോലെ നമുക്കൊന്ന് പുനരാവിഷ്കരിച്ചാലോ? അപ്പോൾ ജോൺ പറഞ്ഞു, അതിനെന്താ, നമുക്ക് ചെയ്യാലോ. ഫ്രാൻസിസ് വീണ്ടും പറഞ്ഞു, സർവസമ്പന്നനായിട്ടുള്ള ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി വിനീതനായി ദരിദ്രനായി ഈ ലോകത്ത് എവിടെയാ ജനിച്ചതെന്ന് നിനക്കറിയാവോ ജോണെ? അപ്പോൾ ജോൺ പറഞ്ഞു, അതിൽ എന്ത് സംശയ, കാലിത്തൊഴുത്തിലല്ലേ പറഞ്ഞേ? അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, അതെ, കാലിത്തൊഴുത്തിൽ തന്നെയാണ്. പക്ഷേ സാധാരണ മൃഗങ്ങളെ കിടക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരുണ്ടാക്കുന്ന കാലിത്തൊഴുത്തല്ലായിരുന്നു അത് മലഞ്ചെരുവിലെ ഒരു ഗുഹയായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കുടിൽ കെട്ടി ആ ഗുഹയുടെ ചുറ്റിനും താമസിക്കും. എന്നിട്ട് അവരുടെ മൃഗങ്ങളെല്ലാം ഈ ഗുഹയുടെ അകത്ത് പാർപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു ഗുഹയിലാണ് ഈശോ വന്ന് പിറന്നത്. ആ ഉണ്ണീശോയ്ക്ക് കൂട്ടുണ്ടായിരുന്നത് ഒരു കഴുതയും കാളയൊക്കെയാണ്. ജോണെ, ഗ്രേച്ചിയോയിൽ നിനക്ക് ഒരു മലയില്ലേ? അവിടെ ഒരു ഗുഹയുള്ളതായിട്ട് എനിക്കറിയാം. നമുക്ക് എന്തുകൊണ്ട് ഇത് അവിടെ പുനരാവിഷ്കരിച്ചുകൂടാ? ഇത്തരത്തിൽ 2 ജീവനുള്ള കാളയെയും കഴുതയെയും നീ തരപ്പെടുത്തണം കേട്ടോ. കുറച്ച് വൈക്കോലും ഒക്കെ സംഘടിപ്പിക്കണം. ജോൺ പറഞ്ഞു, അതിനെന്താ ഫ്രാൻസിസേ, ഇതെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം, ഇതെല്ലാം ഞാൻ തരപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ പിരിഞ്ഞു. അങ്ങനെ ജോണ് ആ ഗ്രേച്ചിയോയിലെ മലയിലെത്തി അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി. കാളയും കഴുതയും ഒക്കെ സംഘടിപ്പിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇതാ ആ സുദിനമെത്തി, ക്രിസ്മസ് ദിനം. ഫ്രാൻസിസ് അസീസി തൻ്റെ സഹോദരന്മാരോടൊത്ത് ഗ്രേച്ചിയോയുടെ ഈ മലയിൽ ഈ ഗുഹയുടെ മുമ്പിലെത്തി. ഫ്രാൻസിസ് ഒത്തിരി സന്തോഷവാനായി. കാരണം താൻ ഉദ്ദേശിച്ച പോലെ തന്നെ ജോൺ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിന് രസകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഫ്രാൻസിസ് അസീസി ഇവിടെ എത്തിയെന്ന വിവരം കേട്ടപ്പോൾ
അവിടെ അടുത്തുള്ള അയൽവാസികൾ ഇവിടേക്ക് എത്തി. അന്ന് നോക്കുമ്പോൾ അവർ കാണുന്നത് ഇതേ ഫ്രാൻസിസ് അസീസി. ക്രിസ്മസ് ദിനമാണ്, എന്തോ വലിയൊരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ വന്നവർ തിരിച്ചു പോയിട്ട് ബാക്കിയുള്ളവരെയും കൂടി അറിയിച്ചു. എല്ലാവരും കൂട്ടം കൂട്ടമായി മെഴുകുതിരികൾ കത്തിച്ച് വിളക്കുകളൊക്കെ ഏന്തിക്കൊണ്ട് പയ്യെ ഈ ഗുഹയുടെ മുമ്പിലേക്ക് നടന്നെത്തി. അന്ന് പകൽ പോലെ ആ രാത്രി പ്രകാശമുള്ളതായി. അവിടെ വന്ന് എല്ലാവരും ഒത്തിരി അത്ഭുതത്തോടു കൂടിയാണ് എല്ലാം നോക്കിക്കണ്ടത്. കാരണം കാട് പിടിച്ച് കിടന്ന ഗുഹ വൃത്തിയാക്കിയിട്ടുണ്ട്. വൈക്കോലും കച്ചിയൊക്കെ അവിടെ കിടക്കുന്നു. ജോണിൻ്റെ കയ്യിൽ ഒരു കാളയും കഴുതയും. എന്താ നടക്കുന്നതെന്ന് അവിടെ ആർക്കും ഒന്നും മനസ്സിലായില്ല. പയ്യെ ഫ്രാൻസിസ് ആ കച്ചി എടുത്ത് ഗുഹയ്ക്കുള്ളിൽ വിരിച്ചു. ജോണിൻ്റെ കയ്യിൽ നിന്നും കാളയും കഴുതയും ഇരുവശങ്ങളിലായിട്ട് കെട്ടിയിട്ടു. അവിടെ ജനങ്ങളും ഫ്രാൻസിസും സഹോദരന്മാരും എല്ലാവരും ഒന്നു ചേർന്ന് പാതിര കുർബാന അവിടെ അർപ്പിച്ചു. ഫ്രാൻസിസ് അല്ല കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത്. നേരത്തെ ക്ഷണിച്ചെത്തിയ ഒരു വൈദികനുണ്ടായിരുന്നു. ഫ്രാൻസിസ് അസീസി ഒരു ഡീക്കൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡീക്കന് കുർബാനയുടെ മധ്യേ സുവിശേഷം വായിക്കാനും പ്രസംഗിക്കാനും അനുവാദം ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് അസീസി സുവിശേഷം വായിച്ചു. അതിനുശേഷം ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ സന്ദേശം വളരെ ഹൃദ്യമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ജനങ്ങൾക്ക് നൽകി. അദ്ദേഹം പ്രസംഗത്തിനിടയിൽ എപ്പോഴൊക്കെ ഈശോ മിശിഹ എന്ന് വാക്ക് ഉച്ചരിച്ചോ ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ തേനിൻ്റെ മധുരം നുണഞ്ഞെന്നും അതിനാൽ വീണ്ടും വീണ്ടും ഈശോ മിശിഹ എന്ന് ഉച്ചരിച്ചുവെന്നും സെലാനോ വ്യക്തമാക്കുന്നു. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു. എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ഫ്രാൻസിസും സഹോദരന്മാരും ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങി. കൂടെ അവിടെ വന്ന ജനങ്ങളും ആലപിച്ചു തുടങ്ങി. അങ്ങനെ ആ രാത്രി അവരെല്ലാവരും അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. ഇതിനിടയിൽ ഫ്രാൻസിസ് പയ്യെ ഈ ഗുഹയ്ക്കുള്ളിൽ ചെന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഫ്രാൻസിസ് അസീസിക്ക് ഈ ക്രിസ്മസ് ഒരു ആഘോഷം മാത്രമല്ലായിരുന്നു, ഒരു ധ്യാനം കൂടിയായിരുന്നു. സർവസമ്പന്നനായിട്ടുള്ള ദൈവം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി വിനീതനായി വന്നതിൻ്റെ ഒരു ധ്യാനം. അങ്ങനെ ഫ്രാൻസിസ് ഒത്തിരി നേരം അവിടെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഫ്രാൻസിസിൻ്റെ കയ്യിൽ ഉണ്ണീശോ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ ഗുഹയിൽ ഉണ്ണീശോയുടെ രൂപമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ശരിക്കുമുള്ള ഒരു കുഞ്ഞിനെയാണോ അവിടെ പ്രതിഷ്ഠിച്ചത് എന്നൊന്നും ചരിത്രകാരന്മാർ പറയുന്നില്ല. പക്ഷെ ജോണിന് കിട്ടിയ ഒരു ദർശനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതൊരു കൊത്തിവെച്ച ഒരു രൂപമായിരുന്നു. ജോൺ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, ഫ്രാൻസിസ് അസീസി എപ്പോഴോ ആ ഗുഹയുടെ അകത്ത് കയറി ആ കുഞ്ഞിനെ എടുത്തുവോ ആ സമയത്ത് ആ കുഞ്ഞിന് ജീവൻ വെച്ചുവെന്ന്. ഇത് സൂചിപ്പിക്കുന്നത് വേറൊരു കാര്യം കൂടിയാണ്. അത്രയും നാളും ആ ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയ ഉറങ്ങിപ്പോയ ഉണ്ണിയേശുവിനെ ഉണർത്താനായിട്ട് ഫ്രാൻസിസിന് സാധിച്ചു. ഈ ഒരു പുത്തൻ ആവിഷ്കാരത്തിലൂടെ ഫ്രാൻസിസിന് കുറച്ചുകൂടി വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചു. അന്ന് രാത്രിക്ക് ശേഷം രാവിലെ ആയപ്പോഴത്തേക്കും പയ്യെ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. ഫ്രാൻസിസ് ജോണിന് ഒത്തിരി നന്ദി പറഞ്ഞ് അവിടെ നിന്നും പയ്യെ യാത്രയായി. പക്ഷേ ഈ എളിയ മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ ദൈവം സംപ്രീതനായതുകൊണ്ടായിരിക്കാം അന്ന് ആ ഗ്രേച്ചിയോല് വിരിച്ച വൈക്കോല് രോഗികളായിട്ടുള്ള രോഗം വന്ന മൃഗങ്ങൾക്ക് കൊടുത്തപ്പോൾ അവയൊക്കെ സൗഖ്യം പ്രാപിച്ചു. പ്രസവവേദന അനുഭവിച്ച സ്ത്രീകൾ അത് വിരിച്ചു കിടന്നപ്പോഴത്തേക്കും അവർക്ക് സൗഖ്യമുണ്ടായി. അങ്ങനെ ഒരു സൗഖ്യത്തിൻ്റെ ഒരു ഇടമായി ആ ഗ്രേച്ചിയോ മാറി. ഫ്രാൻസിസിനെ സംബന്ധിച്ച് ആഘോഷങ്ങളുടെ ഒരു ആഘോഷമായിരുന്നു ക്രിസ്മസ്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചക്രവർത്തിയെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തോടൊരു കാര്യം അപേക്ഷിക്കും. എന്താണെന്നറിയാവോ? ഈ കാണുന്ന വഴി നീളെ ധാന്യങ്ങൾ വിതറാൻ ഞാൻ അദ്ദേഹത്തോട് പറയും. നമ്മുടെ സഹോദരി സഹോദരന്മാരായിട്ടുള്ള പക്ഷികൾ അത് വന്ന് കഴിച്ച് സന്തോഷിക്കട്ടെ. ഫ്രാൻസിസ് അസീസി എല്ലാത്തിനെയും സഹോദര സഹോദരി എന്നാണ് വിളിച്ചത്.
ഫ്രാൻസിസ് അസീസി ആദ്യമുണ്ടാക്കിയ ഈ പുൽക്കൂടിൻ്റെ ചൈതന്യം നമുക്ക് മനസ്സിലാക്കാം. ദൈവസ്നേഹത്തെ അത്രമാത്രം ധ്യാനിച്ച, ദരിദ്രനായി വിനീതനായി പിറന്ന യേശുവിനെ അത്രമാത്രം സ്നേഹിച്ച ഫ്രാൻസിസിൻ്റെ ഒരു ആവിഷ്കരണമായിരുന്നു ആദ്യത്തെ ആ പുൽക്കൂട്. ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും നമ്മുടെ പുൽക്കൂടുകൾ തീർക്കാം. ക്രിസ്തുമസ് സമയത്ത് പലയിടങ്ങളിലും ക്രിസ്തുവിൻ്റെ പിറവിക്കാഴ്ച അവതരിപ്പിക്കപ്പെട്ടു. ചില ഫ്രഞ്ച് പള്ളികളിലും ഈ ആചാരം സ്വീകരിച്ചു. 17-ാം നൂറ്റാണ്ടിൽ കുടുംബങ്ങൾ സ്വയം ക്രിസ്തു ജനന രംഗങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. കാലക്രമേണ ഇവ കൂടുതൽ വിപുലമായി. 18-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ നേപ്പിൾസിൽ ഈ കലാരൂപം അതിശയകരമായ ഉയരങ്ങളിൽ എത്തി. ഏറ്റവും മനോഹരവും വിപുലവുമായ ക്രിപ്സീനുകൾ നിർമ്മിക്കാൻ കുടുംബങ്ങൾ പരസ്പരം മത്സരിച്ചു. ഗ്രാമപശ്ചാത്തലങ്ങൾ, സാധാരണ ഗ്രാമീണർ, തകർന്ന റോമൻ ക്ഷേത്രങ്ങൾ, മാലാഖമാർ, ഇതെല്ലാം ക്രിപ്സീനുകളിൽ അവർ ഉൾപ്പെടുത്തി. ഇത്തരം ദൃശ്യങ്ങൾ പുൽത്തൊഴുത്തിനപ്പുറത്തേക്ക് വ്യാപിച്ചു. സമ്പന്നരും കുലീനരുമായ ഇറ്റലിയിലെ കുടുംബങ്ങൾ കളിമണ്ണ്, മരം എന്നിവ ഉപയോഗിച്ച് രൂപങ്ങൾക്ക് വേണ്ടിയുള്ള തല, തോള് എന്നിവ നിർമ്മിക്കാൻ കലാകാരന്മാരെയും ശില്പികളെയും നിയമിച്ചു. ചില പുൽക്കൂടുകളിൽ ഒഴുകുന്ന ജലധാരകളോ പൊട്ടിത്തെറിക്കുന്ന പർവ്വതങ്ങളോ ഉണ്ടായിരുന്നു. ഇന്ന് അത്ഭുതകരമായ സൃഷ്ടികളിൽ പലതും ഇറ്റലിയിലുള്ള മ്യൂസിയങ്ങളിലും പള്ളികളിലും സംരക്ഷിക്കപ്പെടുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. 1803 ചെറിയ കളിമൺ പ്രതിമകൾ മാഴ്സിലെ ക്രിസ്മസ് മേളയിൽ പ്രത്യക്ഷപ്പെട്ടു. ബൈബിൾ വിവരണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് പുറമെ വേറെയും കഥാപാത്രങ്ങൾ കൂടെ ചേർക്കപ്പെട്ടു. ഇവയ്ക്ക് പുറമെ ഈശോയുടെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ചെറിയ നാടകങ്ങൾ, ചെറിയ ടാബ്ലോകൾ ഇതിൻ്റെ ഭാഗമായി മാറി. ഇവയിൽ ഭൂരിഭാഗത്തിലും കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളായിരുന്നു. ഇറ്റലിയിലെ ക്രിസ്മസിന് മുമ്പുള്ള ആഴ്ചകളിൽ എല്ലായിടത്തും പിറവി രംഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പല പള്ളികളിലും ക്രിപ്സീനുകൾ അവതരിപ്പിക്കപ്പെട്ടു. നമ്മളിപ്പോൾ ക്രിസ്മസ് എന്നുള്ളത് വളരെ ഷോർട്ടാക്കി എക്സ്മസ് എന്നാണ് എഴുതാറ്. ആ ക്രിസ്മസിലെ ക്രൈസ്റ്റിനെ മാറ്റി ഇപ്പോൾ എക്സ് ആണ്. പലപ്പോഴും ക്രിസ്മസ് ഈ എക്സിനോട് തന്നെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. എക്സ്ചേഞ്ചുകൾ, എക്സിബിഷൻ, എക്സൈറ്റ്മെൻറ്റ്, എക്സ്ക്യൂസുകൾ, കുറേ എക്സ്ട്രാ കാര്യങ്ങളിൽ ക്രിസ്തു മുങ്ങിപ്പോയിരിക്കുകയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പുൽക്കൂട് നിർമ്മിക്കാൻ കീപ് ക്രൈസ്റ്റ് ഇൻ ക്രിസ്മസ്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.